Hello friends, once again welcome to my English classroom. In this class, we are going to discuss about the famous short story The Big Fish, written by N.P. Hafiz Muhammad. N.P. Hafiz മുഹമ്മദിൻ്റെ ചെറിയ മീനുകളും വലിയ മത്സ്യവും എന്ന മലയാള ചെറുകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയായിട്ടുള്ള ദ ബിഗ് ഫിഷ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ആഗോളവൽക്കരണത്തിനെതിരെ അതിനെ തുറന്നു കാണിച്ച ഒരു ചെറുകഥയായിരുന്നു ചെറിയ മീനുകളും വലിയ മത്സ്യവും. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. ചെറുകഥയുടെ സമ്മറിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരനെ വളരെ വേഗത്തിലൊന്ന് പരിചയപ്പെടാം. N.P. Hafiz Muhammad was born in 1956 in Calicut as the son of N.P. Muhammad, well-known Malayalam writer and former president of Kerala Sahitya Academy. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ പ്രസിഡൻറ്റും മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരനുമായ N.P. മുഹമ്മദിൻ്റെ മകനായി 1956 കാലിക്കറ്റിലാണ് ഹാഫിസ് മുഹമ്മദ് ജനിക്കുന്നത്. ഹീ ഈസ് എ സോഷ്യോളജിസ്റ്റ്, റൈറ്റർ, ഇലസ്ട്രേറ്റർ, കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് ഫാമിലി കൗൺസിലർ. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റായിട്ട് സാമൂഹിക ശാസ്ത്രജ്ഞനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുത്തുകാരനായിട്ട്, ഇലസ്ട്രേറ്റർ, ഉപദേഷ്ടാവായിട്ട് അല്ലെങ്കിൽ വിശദീകരണങ്ങൾ നൽകുന്ന ആളായിട്ട്, കോർപ്പറേറ്റ് ട്രെയിനർ ആൻഡ് ഫാമിലി കൗൺസിലർ, പല പല മേഖലകളിൽ ഇദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. He taught sociology in Farouk College since 1981 and retired as HOD from there in 2011. ഫറൂഖ് കോളേജിലെ സോഷ്യോളജി പ്രൊഫസറായിരുന്നു 1981 മുതൽ. പിന്നീട് 2011 HOD ആയി അവിടുന്ന് വിരമിക്കുന്നു. Now he works as the head of the Department of Sociology, University of Calicut. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയാണ് ഇദ്ദേഹം. He writes stories, essays, a novel, S1000 and books for children in Malayalam, and some of his major works are translated into English and a few other regional languages. നിരവധി ചെറുകഥകളും ഉപന്യാസങ്ങളും പ്രശസ്തമായിട്ടുള്ള S1000 എന്ന നോവലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രധാനമായും മലയാള ഭാഷകളിലാണ് എല്ലാം എഴുതിയതെങ്കിലും ഇംഗ്ലീഷിലേക്കും മറ്റ് പ്രാദേശിക ഭാഷകളിലേക്കും ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹി ഹാസ് റിസീവ്ഡ് മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് ദ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ഒരുപാട് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്നെയാണ്. കുട്ടികളുടെ രചനയ്ക്കാണ് ഇത് കിട്ടിയത്. ദ എടശ്ശേരി അവാർഡ് ഫോർ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരത്തിന് എടശ്ശേരി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ദ സ്റ്റേറ്റ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ, ബാലസാഹിത്യത്തിന് സംസ്ഥാന അക്കാദമി അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ബിഗ് ഫിഷ്, ചെറിയ മീനുകളും വലിയ മത്സ്യവും എന്ന മലയാള ചെറുകഥയ്ക്ക് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തപ്പോൾ ദ ബിഗ് ഫിഷ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. വലിയ മീൻ. ഏതാണ് ഈ വലിയ മീൻ? എന്താണ് ഈ മീൻ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചെറുകഥാകൃത്ത് നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത്. The implementation of new economic policy has been made drastic changes in Indian economy. നവ സാമ്പത്തിക നയങ്ങളുടെ വരവോടുകൂടിയിട്ട് വലിയ ഗുരുതരമായിട്ടുള്ള മാറ്റമാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടായത്. The policy which consisted of globalization, liberalization and privatization was aiming at the integration of markets in the global economy. എന്താണ് ന്യൂ എക്കണോമിക് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുതിയ സാമ്പത്തിക നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. ഇത് മൂന്നിൻ്റെയും കടന്നു വരവോടുകൂടിയാണ് വലിയ മാറ്റങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവാൻ തുടങ്ങിയത്. മാത്രമല്ല ഇതെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? സംയോജനമാണ്. എല്ലാ മാർക്കറ്റുകളെയും, ലോകത്തെ മുഴുവൻ ഒരു കുടക്കീഴിലാക്കി മാറ്റി ലോകം തന്നെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആകുന്നതാണ് അവരുടെ സ്വപ്നം. ഇറ്റ് ലെഡ് ടു ദ ഇൻക്രീസ്ഡ് ഇൻ്റർകണക്റ്റഡ്നെസ് ഓഫ് നാഷണൽ എക്കോണമീസ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും സമ്പദ് വ്യവസ്ഥ ഒന്നിക്കുന്ന ഒരിടമാണിത്.
ഇൻ്റർ കണക്റ്റഡ്നെസ്, എല്ലാം പരസ്പരം ബന്ധിക്കുന്ന ഒരു കണക്ഷനാണ് ഇവിടെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ന്യൂ എക്കണോമിക് പോളിസിയിൽ പറയുന്നത്. വലിയ വാഗ്ദാനങ്ങളുമായി വന്നെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? However, what had actually happened was almost antithesis of its spokesperson's arguments. ഉണ്ടായത് നേർവിപരീതമാണ്. വാട്ട് ഹാഡ് ആക്ച്വലി ഹാപ്പൻഡ്, യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ആൾമോസ്റ്റ് ആൻറ്റിത്തസിസ്, വിപരീതമാണ്. എന്തിൻ്റെ? ഓഫ് ഇറ്റ്സ് സ്പോക്സ് പേഴ്സൺസ് ആർഗ്യുമെൻറ്റ്സ്. അതിൻ്റെ വക്താക്കൾ വാദിച്ചതിന് നേർവിപരീതമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എല്ലാം വളർന്ന് പന്തലിക്കുമെന്ന് അവരുടെ വാഗ്ദാനങ്ങൾ, സാമ്പത്തികമായി ഓരോ രാജ്യങ്ങളും കുതിച്ചുയരും, എല്ലാം ഒരു ഗ്ലോബൽ മാർക്കറ്റായി കഴിഞ്ഞാൽ എന്ന് പറയുന്നവരുടെ വാദങ്ങളെല്ലാം ഇല്ലാതാവുകയാണ്, തെറ്റായി മാറുകയാണ്. അതല്ലെങ്കിൽ നമ്മളെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് ചെയ്തത്. The small scale farmers and the small scale industries were completely wiped out by the new movement, and India witnessed massive suicides of farmers and small scale producers. എന്താണ് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ സംഭവിച്ചത്? ദ സ്മാൾ സ്കെയിൽ ഫാമേഴ്സ് ആൻഡ് ദ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട കർഷകരും ചെറുകിട വ്യവസായികളും കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട്, അവരെയൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു. ബൈ ദ ന്യൂ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യ വിറ്റ്നസ്ഡ് മാസീവ് സൂയിസൈഡ് ഓഫ് ഫാർമേഴ്സ്. നമ്മൾ കേട്ടതാണ് വാർത്തകളിൽ അല്ലേ, ഒരുപാട് വലിയ രീതിയിലുള്ള കർഷക ആത്മഹത്യകൾ. ആൻഡ് സ്മാൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സ്, കർഷകരുടെയും അതുപോലെ തന്നെ ചെറുകിട ഉൽപ്പാദകരുടെയും ആത്മഹത്യയും ബുദ്ധിമുട്ടും കടക്കെണിയിലാവുന്നതും എല്ലാം നമ്മൾ നിരന്തരം വാർത്തകളിൽ കാണുകയാണ് പിന്നീടുണ്ടായത്. എന്താണ് നമ്മുടെ മാർക്കറ്റുകളിൽ ന്യൂ എക്കണോമിക് പോളിസി കൊണ്ട് സംഭവിച്ചത്? ലോകം തന്നെ ഒരു മാർക്കറ്റായി മാറുകയാണ്. എന്നാൽ തനതായ കർഷകർക്കോ ഉൽപ്പാദകർക്കോ യാതൊന്നും തന്നെ നേടാൻ കഴിയുന്നില്ല. വലിയ കുത്തക കമ്പനികൾ മാത്രം എല്ലാ നേട്ടങ്ങളും കൊയ്തു പോകുന്ന ഒരു ലോകമായി പിന്നീട് മാറുകയാണുണ്ടായത്. ദ സ്റ്റോറി ബിഗ് ഫിഷ്, which is the translation of the short story entitled ചെറിയ മീനുകളും വലിയ മത്സ്യവും, portrays how these economic policies affects the life of an ordinary people. നമുക്ക് പഠിക്കാനുള്ള ബിഗ് ഫിഷ് എന്ന് പറയുന്ന ചെറുകഥ ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു മലയാള ചെറുകഥയുടെ പരിഭാഷയാണ്. ചെറിയ മീനുകളും വലിയ മത്സ്യവും എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര്. എന്താണ് ഈ കഥയിലൂടെ പറയുന്നത്? പോർട്രേസ് ഹൗ ദിസ് ന്യൂ എക്കണോമിക് പോളിസീസ് അഫക്ട്സ് ദ ലൈഫ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ഈ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്, എങ്ങനെയാണ് അയാളെ ഒരു കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. It is a critic of globalization and elucidates its offers of new prospects to the third world unprivileged people. ഈ കഥയിലൂടെ തുറന്നു കാട്ടപ്പെടുന്നത്, ഈ കഥ തികച്ചും എന്താണ്? ഇറ്റ്സ് എ ക്രിട്ടിക് ഓഫ് ഗ്ലോബലൈസേഷൻ, ഒരു ഗ്ലോബലൈസേഷനെ എതിർക്കുന്ന, അതിൻ്റെ നയങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ഒരു കഥയാണിത്. ഈ കഥയിലൂടെ വിശദീകരിക്കപ്പെടുന്നത് പുതിയ പ്രോസ്പെക്റ്റുകൾ, അവർ നൽകുന്ന പുതിയ വാഗ്ദാനങ്ങൾ. ആർക്ക്? ദ തേർഡ് വേൾഡ് അൺപ്രിവിലേജ്ഡ് പീപ്പിൾ അല്ലേ. എല്ലാം തകർക്കപ്പെട്ട, അടിസ്ഥാന ജീവിത സൗകര്യങ്ങളോ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക്, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു മൂന്നാംകിട രാജ്യത്തെ ജനങ്ങൾക്ക് അവർ നൽകിയ വാഗ്ദാനങ്ങളിലൂടെയാണ് ഗ്ലോബലൈസേഷൻ വരുന്നത്. എന്നാലോ ബട്ട് ഇറ്റ് ഇൻ ടേൺ ഡിസ്ട്രോയ്സ് ദെയർ ട്രഡീഷണൽ സിസ്റ്റംസ് ആൻഡ് വേ ഓഫ് ലൈഫ്. എന്നാൽ അവരറിയാതെ എന്താണ് സംഭവിച്ചത്? ഡിസ്ട്രോയ്സ് ദെയർ ട്രഡീഷണൽ സിസ്റ്റംസ്, അവരുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ കഴിവുകളും എല്ലാ സമ്പത്തും നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആൻഡ് വേ ഓഫ് ലൈഫ്, അവരുടെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഉണ്ടായത്. ചെറിയ സന്തോഷങ്ങൾ അവർക്കില്ലാതാവുകയാണ് സത്യത്തിലുണ്ടായത്. എല്ലാം നേടിത്തരാമെന്ന് പറഞ്ഞു വന്ന ഗ്ലോബലൈസേഷൻ അവരുടെ എല്ലാം കൊണ്ടുപോകുന്നതാണ് പിന്നീട് ലോകം കാണുന്നത്. The protagonist of the story, Alison Kutty, owns a pond and has a preoccupation of chatting and feeding the little fishes in the pond. നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രം അലസൻ കുട്ടിയാണ്. അലസൻ കുട്ടിക്ക് ഒരു ചെറിയ കുളമുണ്ട്. മാത്രമല്ല ഒഴിവു സമയങ്ങളിൽ തൻ്റെ കുളത്തിലുള്ള ചെറുമീനുകളോട് സല്ലപിച്ചിരിക്കുന്നത് അലസൻ കുട്ടിക്ക് ഇഷ്ടവിനോദവുമാണ്. അവയ്ക്ക് ഭക്ഷണം കൊടുത്തും അവരോട് സംസാരിച്ചും അങ്ങനെ സമയം കളയുന്നത് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളതാണ്. ഹീ ഈസ് ക്വൈറ്റ് ഹാപ്പി ആസ് ഹി എൻജോയ്ഡ് വാട്ട് ഹി ഡിഡ്.
അദ്ദേഹത്തിനുള്ള ഈ ചെറിയ സമ്പാദ്യങ്ങളിലെല്ലാം അദ്ദേഹം സന്തോഷവാനാണ്. One day, an agent wearing a hat with stars approaches him and explains the possibilities and profits of fish farming and suggests him to be wise. അങ്ങനെയിരിക്കെ ഒരു ദിവസം, പതിവായി ചെയ്യുന്ന പ്രവൃത്തിയായിട്ടുള്ള മീനുകളോട് സല്ലപിച്ചിരിക്കുന്ന ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു. An agent wearing a hat with stars, പ്രത്യേകമായി എടുത്തു പറയുന്നത് നക്ഷത്രങ്ങളുള്ള തൊപ്പിയുമായി വന്ന ഒരാൾ അല്ലേ. നക്ഷത്രങ്ങളുള്ള തൊപ്പിയുമായി വന്നത് പറയുന്നത് അമേരിക്കയിലെ കൊടിയിലെ നക്ഷത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്ലോബലൈസേഷൻ. അപ്രോച്ചസ് ഹിം ആൻഡ് എക്സ്പ്ലെയിൻസ് ദ പോസിബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റ്സ്, സാധ്യതകളെയും ലാഭത്തെയും കുറിച്ച്. എന്തിൻ്റെ? ഫിഷ് ഫാമിംഗ്, മീൻ വളർത്തലിലൂടെ അലസൻ കുട്ടിക്ക് നേടാവുന്ന എല്ലാ പോസിബിലിറ്റിയും എല്ലാ പ്രോഫിറ്റും ഇയാൾ വിവരിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, വളരെ വൈസായിട്ട് ചിന്തിക്കൂ, ബുദ്ധിപരമായി ചിന്തിക്കൂ, താങ്കൾക്ക് ഒരുപാട് നേട്ടം ഈ കുളം കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ അലസൻ കുട്ടിക്ക് അതൊരു വലിയ താല്പര്യത്തോടെ എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ താല്പര്യത്തോടെ എടുത്ത ഒരാളുണ്ടായിരുന്നു വീട്ടിൽ. ആരാണ്? മറിയം. മറിയം, ഹിസ് അംബീഷ്യസ് വൈഫ്, finds it more interesting and hopes that these new plans will definitely help her family to overcome their financial crisis. ഇതെല്ലാം വീടിനകത്ത് നിന്ന് കേൾക്കുന്ന മറിയത്തിന് പക്ഷേ ഈ വന്ന ആൾ പറഞ്ഞതെല്ലാം ഒരു വലിയ നേട്ടമുണ്ടാക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഹിസ് അംബീഷ്യസ് വൈഫ്, അതിയായ ആഗ്രഹങ്ങളുള്ളവളാണ് മറിയം. finds it more interesting and hopes that this new plan, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിയ പ്ലാൻ തീർച്ചയായിട്ടും തങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു പ്ലാനാണ്. തീർച്ചയായിട്ടും പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇയാൾ വന്ന് പറയുന്നത് എന്ന് മറിയത്തിന് തോന്നുകയാണ്. Finally, after plenty of persuasion, the agent wins to convince his plan, and Alison Kutti decides to go on with the new plan of joining the fish growing collective. അങ്ങനെ ഒരുപാട് നേരത്തെ പ്രേരണകൾ കൊണ്ട് പ്രേരിപ്പിച്ച് അവസാനം ആ ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വിജയിക്കുന്നു. ടു കൺവിൻസ് ഹിസ് പ്ലാൻ, അദ്ദേഹം അലസൻ കുട്ടിയെ തൻ്റെ പ്ലാൻ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ അവസാനം അലസൻ കുട്ടി ഡിസൈഡ്സ് ടു ഗോ ഓൺ വിത്ത് ദ ന്യൂ പ്ലാൻ. ആ പുതിയ പ്ലാനുമായി, മീൻ വളർത്തൽ പ്ലാനുമായി മുന്നോട്ട് പോകാൻ അലസൻ കുട്ടി തീരുമാനിക്കുന്നു. ഈ ഫിഷ് ഗ്രോയിങ് കളക്റ്റീവിൻ്റെ, മീൻ വളർത്തൽ കൂട്ടായ്മയുടെ ഭാഗമാവാൻ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അലസൻ കുട്ടി സമ്മതിക്കുന്നു. എന്നാൽ തൻ്റെ പിതാവിനോട് സമ്മതം വാങ്ങിയിട്ടേ ഇത് ചെയ്യൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോയി കാണുകയും മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം അതിന് സംശയങ്ങൾ പറയുന്നതൊക്കെ കഥയുടെ ഭാഗമാണ്. എന്നാൽ അവസാനം എല്ലാം കൊണ്ടും തീരുമാനിച്ച അലസൻ കുട്ടി മീൻ വളർത്താൻ തന്നെ ഉറപ്പിക്കുന്നു. ഹി ക്ലീൻസ് ആൻഡ് ഡിസിൻഫെക്ട്സ് ദ പോണ്ട് ആൻഡ് പുട്ട് ബിഗ് ഫിഷ് ഇൻ ദ പോണ്ട്. അങ്ങനെ ആ ഏജൻറ്റ് പറഞ്ഞ രീതിയിൽ അദ്ദേഹം തൻ്റെ ആ കുളം ശുചീകരിക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷം വലിയ മീനിനെ തൻ്റെ കുളത്തിൽ വളർത്താൻ തുടങ്ങുന്നു. Slowly, he finds that the small fishes are eaten up by the big fish. എന്നാൽ പതിയെ അലസൻ കുട്ടി മനസ്സിലാക്കുന്നു, തൻ്റെ ചെറിയ മീനുകളെ ഈ വലിയ മത്സ്യം ഭക്ഷിക്കുന്നുണ്ട് എന്ന സത്യം. The big fish is getting fatter by eating the small fish. ഈ ചെറുമീനുകളെ ഭക്ഷിച്ചുകൊണ്ട് ആ വലിയ മീൻ തടിച്ചു കൊഴുക്കുന്നതായിട്ട് അലസൻ കുട്ടിക്ക് അനുഭവപ്പെടുന്നു. അലസൻ കുട്ടി ഗെറ്റ്സ് disturbed by this act and worries about the small fishes to which he has an affection and love. തനിക്ക് ഏറെ പ്രിയപ്പെട്ടതും ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരുന്ന ഈ ചെറിയ മീനുകളെ ഇത്തരത്തിൽ വലിയ മീനുകൾ ഭക്ഷിക്കുന്നത് കാണുന്നത്, അത് മനസ്സിലാക്കുന്ന അലസൻ കുട്ടി ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. Then he slowly realizes that the big fish turns as a monster and engulfs all the little fishes remaining in the pond. അങ്ങനെ അവസാനം ആ വലിയ സത്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. തൻ്റെ കുളത്തിലുള്ള എല്ലാ ചെറിയ മീനുകളെയും ആ വലിയ മത്സ്യം ഒരു ഭീകരജീവിയെന്നോളം വിഴുങ്ങിക്കളഞ്ഞു എന്ന സത്യം. The image of the big fish
with its mouth terrifies him and he feels that he is being dragged into the depth of the water. ആ വലിയ മീനിൻ്റെ ഭീമാകാരമായിട്ടുള്ള രൂപവും അതിൻ്റെ വലിയ വായയും അലസൻകുട്ടിയെ പേടിപ്പെടുത്തുന്നു. തന്നെയും ഇത് വലിച്ചയച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകുമോ എന്ന പേടി പോലും അദ്ദേഹത്തിന് തോന്നുന്നു. Actually, the big fish in the pond symbolizes the multinational companies who came to India after the implementation of the new economic policy in 1991. 1991 ഇന്ത്യയിലുണ്ടായ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആഗോള കമ്പനികളെയാണ് ഇവിടെ ബിഗ് ഫിഷ് എന്നതുകൊണ്ട് കഥാകാരൻ വ്യക്തമായി ഉദ്ദേശിക്കുന്നത്. The metaphor of the fish is a very original and competent one to explain the traps and tricks of globalization. ആഗോളവൽക്കരണത്തിൻ്റെ കെണികളും ചതികളും അനുയോജ്യമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അലങ്കാര പ്രയോഗമായിരുന്നു ഈ കഥയിലെ ബിഗ് ഫിഷ് എന്നുള്ളത്. വലിയ മീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലെ നമ്മളെ ഒരു കെണിയിൽ ചാടിക്കാൻ വേണ്ടി വന്ന ആഗോള കുത്തക കമ്പനികളെയാണ്. The story exposes the influence of globalization in the lifestyle and in the food habit of natives and show how the critics of globalization are treated by the state and the police. കഥയിൽ നിന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്ന മറ്റ് രണ്ട് കാര്യങ്ങൾ, ദ സ്റ്റോറി എക്സ്പോസസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾക്കുണ്ടായ മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റിലും നമ്മുടെ ഭക്ഷണ രീതികളിലും വസ്ത്രവിധാനത്തിലും ഗ്ലോബലൈസേഷൻ വരുത്തിയ മാറ്റങ്ങളാണ് കഥയിൽ നിന്ന് നമുക്ക് തരുന്ന മറ്റൊരു സൂചകം. തനിക്ക് കോള മതി എന്ന് വരുന്ന ആൾ പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, കോള കമ്പനിക്കെതിരെ ആളുകൾ സമരം നടത്തുന്നത് കാണുമ്പോൾ അതിനെ സമരം നടത്തുന്നവരെ നെക്സലൈറ്റുകൾ എന്നാണ് കഥയിൽ വിളിക്കപ്പെടുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് ഒരു സംസ്ഥാനവും അതിൻ്റെ ഭരണകൂടവും പോലീസുമൊക്കെ ഇത്തരം പ്രതിഷേധക്കാർക്കെതിരെ, ഇത്തരത്തിൽ ഗ്ലോബലൈസേഷനെതിരെ എതിർക്കുന്നവരെ എങ്ങനെയാണ് മുദ്ര കുത്തുന്നത് എന്നതിന് തെളിവാണ്. Though a translation, the story Big Fish successfully retains all the traces of its localness along with its serious thematic focus. ഇതൊരു വിവർത്തനം ചെയ്യപ്പെട്ട കഥയാണെങ്കിലും എല്ലാ നാട്ടിൻ പുറത്തെ നന്മകളും അതിൻ്റെ ഭംഗിയും കൃത്യമായിട്ട് പാലിക്കുന്നൊരു കഥയും അതിൻ്റെ ഒപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാശയം മുന്നോട്ട് വയ്ക്കുന്ന കഥയുമാണ്. The story is translated into English by Dr. K.M. Sharif, the head of Department of English, Calicut University. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ K.M. ഷെരീഫാണ് ഈ കഥ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. വൺ ഓഫ് ദ മോസ്റ്റ് റിനൗണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഇൻ കേരള. ഇദ്ദേഹം കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു വിവർത്തകൻ കൂടിയാണ്. ആഗോളവൽക്കരണം നമ്മളെ ചെറു സന്തോഷങ്ങളെ എങ്ങനെ ഇല്ലാതാക്കി എന്നാണ് വളരെ ലളിതമായ ഒരു കഥയിലൂടെ, അലസൻകുട്ടി എന്ന കഥാപാത്രത്തിലൂടെ നമ്മുടെ കഥാകാരൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. തൻ്റെ മീനുകളോട് സല്ലപിച്ച് അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന അലസൻകുട്ടിക്ക് അവസാനം ഉറക്കമില്ലാത്ത രാത്രികളാണ് ആഗോളവൽക്കരണം സമ്മാനിച്ചത്. തൻ്റെ ചെറു സന്തോഷങ്ങളിൽ ജീവിക്കുന്നതിന് പകരം വലിയ സന്തോഷം തേടി നമ്മൾ പോയപ്പോൾ നമുക്കുണ്ടായ ആ വലിയ നഷ്ടത്തെയാണ് ഇവിടെ കഥാകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദ ബിഗ് ഫിഷ് എന്ന NP ഹാഫിസ് മുഹമ്മദിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ ഈ സമ്മറിയിലൂടെ ആ കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും അതിലെ സംഭവങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.